അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയിട്ട് ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇത്തിരി തെളിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. കുറേ ദിവസമായി പുറത്തേക്കൊന്നും ഇറങ്ങാറേ ഇല്ല. എപ്പോഴും ഇങ്ങനെ മഴ ഇങ്ങനെ ചീഞ്ഞ് ചീഞ്ഞ് നിൽക്കണ പോലെയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാനേ നമുക്ക് തോന്നില്ല കേട്ടോ, അങ്ങനെ ആയിരുന്നു മഴ. അപ്പോൾ ഇന്നലെ ഉച്ചതിരിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ മഴ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് പുറത്ത് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഊഞ്ഞാലൊക്കെ ഒന്ന് ഉണങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആടി നോക്കിയതാട്ടോ. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്തിരി ഓവറായില്ലേ, എല്ലാവരും കുറയ്ക്കും തോന്നിയിട്ടാ ഇട്ട് കഴിഞ്ഞപ്പോൾ. ഇത്തിരി ഓവറായോ തോന്നി. പക്ഷെ നമുക്കിതൊക്കെ അല്ലേ ഓർക്കാനൊരു രസം. ഇനി 2 മാസം കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ വീണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ 2 വർഷം ഇതൊക്കെ തന്നെയല്ലേ കണ്ടിട്ട് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് കുറച്ച് ഓർമ്മകൾ. അപ്പം നമ്മളിത് വാട്സപ്പിൽ അല്ല യൂട്യൂബിൽ ഇടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും നമുക്കിതൊക്കെ കാണാം കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഗാലറിയിലാണെങ്കിൽ നമുക്കത് എപ്പോഴെങ്കിലുമൊക്കെ പോകും. നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് കൂടുതലായാലോ എങ്ങനെയൊക്കെ അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും നമ്മുടെ കയ്യിൽ നിന്ന് വീഡിയോസൊക്കെ. പക്ഷെ നമ്മൾ യൂട്യൂബിലൊക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ആ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കാണുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ആ ഷോർട്സൊക്കെ ഇട്ട്. ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നുന്നുണ്ട്. ചിലർക്കൊക്കെ നല്ല നല്ല കമൻറ്റ് ഉണ്ടായിരുന്നു. 1-2 മാത്രമാണ് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ, പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഊഞ്ഞാൽ ഇത്തിരി ചെരിവുണ്ടായിരുന്നു. ഊഞ്ഞാലേക്ക് ഇത്തിരി ചെരിവുള്ള കാരണം ഊഞ്ഞാൽ കുട്ടികൾക്ക് ശരിക്ക് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കെട്ടി കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് അതുപോലെ കെട്ടാനും അറിയുന്നില്ല. കുറച്ച് നേരം അതുമ്പോൾ പിടിച്ച് നിന്നു. അപ്പോൾ കുഞ്ഞു എന്താ പറയുക, കൈക്കോട്ട് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ അവിടെ ഒരു പെരിച്ചായ ഉണ്ടല്ലോ, തുരപ്പൻ എന്നൊക്കെ പറയില്ലേ, മാന്തണത്. ആ സംഭവം ചത്തിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വഴിയിലാണ് ചത്ത് കിടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ വല്ല പട്ടിയോ അല്ലെങ്കിൽ വല്ല കാക്കയോ എന്തെങ്കിലുമൊക്കെ വലിച്ചിട്ട് നമ്മുടെ എന്താ പറയുക ഉമ്മർത്ത് മുറ്റത്തൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ നമ്മളതിനെ കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അവിടെ കുഞ്ഞൊരു കുഴിയൊക്കെ കുത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാപ്പയും മക്കളും കൂടിയിട്ട് പിന്നാലെ ഞാനും ക്യാമറയും കൊണ്ടിട്ട് പോവുകയാണ്. അപ്പം എന്നെ ചീത്ത പറയുന്നുണ്ട് ക്യാമറയും കൊണ്ടിട്ട് പിന്നാലെ വരുന്നതിന്, എവിടെ ചെന്നാലും ക്യാമറ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ അവിടെ പറമ്പിൻ്റെ ഒരു അറ്റത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടാം കേട്ടോ. അപ്പം മഴയായപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് ഒന്നും ഇറങ്ങാൻ തോന്നില്ല കേട്ടോ മഴ പെയ്ത് കഴിഞ്ഞാൽ. എനിക്ക് എന്താ പറയുക, ബാക്ക് സൈഡിലൊക്കെ നിറച്ച് എന്താ മറ്റേ ഇര കുത്തിയിട്ടുള്ള മണ്ണുണ്ടല്ലോ, നിറച്ച് നമ്മൾ മുറ്റടിച്ചിട്ട് തേങ്ങുമ്പോഴേക്കും ഇര കുത്തിയിട്ട് അതിങ്ങനെ ആക്കിയിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ തുരപ്പൻ്റെ കബറടക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനതാ മണ്ണൊക്കെ ഇട്ട് കുത്തി അമർത്തി അങ്ങനെ ഞാൻ ക്യാമറയും കൊണ്ടുവന്നപ്പോൾ എന്നെ തല്ലാൻ നോക്കട്ടോ. അങ്ങനെ അവർ പച്ചക്കറിയൊന്നും ഉണ്ടായിരുന്നില്ല രാവിലേക്ക് ഒന്നും. അപ്പോൾ ഇരുട്ടായതിന് ശേഷമായിട്ട് ഒന്ന് വാങ്ങിക്കാൻ പോയത്. കുറച്ച് പച്ചക്കറിയും തക്കാളി സബോള ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ എന്താ കടി ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ആലോചിക്കുക. രാത്രി ആയി കഴിഞ്ഞാൽ എന്നും ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എന്ത് കടി ഉണ്ടാക്കും രാവിലെ. അത് കടി ഒരു തീരുമാനത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് എന്ത് കറി ഉണ്ടാക്കും അതൊക്കെ ആലോചിച്ചിട്ടാണ് ഉച്ചയ്ക്ക് ചോറേക്ക് കഴിഞ്ഞ് ഒന്ന് കിടക്കുമ്പോൾ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ ഇന്ന് സ്കൂളില്ലാത്ത കാരണം ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ആലോചിച്ചത് എന്താ ഉണ്ടാക്കാന്ന്. അപ്പോൾ ആലോചിച്ച് വന്നപ്പോൾ വീട്ടിലൊന്നും ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വന്നപ്പോൾ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ എന്നെ കുറേ ചീത്തൊക്കെ പറഞ്ഞിട്ട് ഫ്രിഡ്ജ് വൃത്തിയാക്കാതിരിക്കട്ടാ, ഫ്രിഡ്ജ് തുടക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചീത്ത പറയുന്നുണ്ട്, എന്നെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജൊക്കെ നല്ല വൃത്തിയാക്കി ക്ലീനാക്കി തന്നിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ പച്ചക്കറി വയ്ക്കുന്ന കൊട്ടുണ്ടല്ലോ അതിൻ്റെ അടിയിൽ മാത്രം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലേശമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനാണ് ഇങ്ങനെ എന്നിട്ട് നോക്കി പഠിപ്പിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചോറയ്ക്ക് കഴിഞ്ഞ് കിടന്നത് പിറ്റേ ദിവസത്തെ വിശേഷമാണ് കേട്ടോ. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി തീരുമാനിച്ചത് മുട്ടക്കറി നൂൽപുട്ടും ഉണ്ടാക്കാമെന്നായിരുന്നു. അപ്പോൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് രാത്രി കിടക്കുമ്പോൾ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഹായിക്കാമെന്ന്. അപ്പോൾ രാവിലെ രണ്ടാളും ഒപ്പം എണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഞായറാഴ്ച ആയി ഇത്തിരി വൈകി എണീറ്റത് കേട്ടോ. അപ്പോൾ കുട്ടികളെയൊക്കെ മദ്രസയിൽ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടാളിരുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് അടുക്കളയിൽ കയറിയത്. ഞാൻ നൂൽപുട്ടിനിതാ മാവൊക്കെ കുഴക്കുന്നുണ്ട്. അപ്പോൾ ഒരാളവിടെ സവോളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് തരാം കേട്ടോ. അപ്പോൾ കറി വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പണി എളുപ്പമായല്ലോ. എനിക്ക് നൂൽപുട്ടുണ്ടാക്കുമ്പോൾ ഒരാൾ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നമ്മുടെ പണികളൊക്കെ കഴിയും കേട്ടോ. അങ്ങനെ വീട്ടിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോണ ദിവസമാണെങ്കിലും അല്ലാത്ത ദിവസമാണെങ്കിലും ഈ ചായയുടെ കടി ഭയങ്കര ഒരു വിഷയമാണല്ലേ. എന്താ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ടിരിക്കണം. കാലത്ത് ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു പിടുത്തം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല, ചിലവർക്ക് ഇഷ്ടം. അപ്പോൾ ഇത് എളുപ്പമാണെന്ന് വിചാരിച്ചത്. നമ്മൾ നൂൽപുട്ടിൻ്റെ തിരിക്കൽ ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്ന് പറഞ്ഞൊന്ന് തിരിച്ചു നോക്കുമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു നോക്കി കേട്ടോ. അപ്പോൾ ഒരു വട്ടം തിരിച്ചപ്പോൾ പൂതി മതിയായിരിക്കണതു. അപ്പോൾ എനിക്ക് വയ്യേനി നീ എന്നെ തിരിച്ചോ പറഞ്ഞു. ഞാൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അതെനിക്ക് തിരിച്ചു തന്നു കേട്ടോ. എന്നിട്ട് മൂപ്പര് കറി ഉണ്ടാക്കി. അപ്പം ഞാൻ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി.
ഈ ചായയുടെ കടി കറി അതൊക്കെയാണ് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആലോചിക്കേണ്ട കാര്യങ്ങളില്ലേ, എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. അതൊരു വിഷയം തന്നെ കേട്ടോ. നമ്മൾ ഡെയിലി ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ചായയുടെ കടിയും അതിലേക്കുള്ള കറി ഉണ്ടാക്കണം, പിന്നെ ഉച്ചക്കിലേക്ക് കറി ഉണ്ടാക്കണം, പിള്ളേർക്ക് കൊടുത്തേക്കാനുള്ളത് ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ എന്താ ഉണ്ടാക്കുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ടൈം ടേബിളൊക്കെ എഴുതി വെച്ചിട്ടതാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ നൂൽപുട്ടും എന്താ പറയുക എന്നുള്ളത് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എൻ്റെ വായിൽ അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ കറിയിലേക്കുള്ള കുഞ്ഞെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ കിടക്കുന്നുണ്ട് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ. അപ്പോൾ കറിക്കുള്ള തേങ്ങയൊക്കെ വെട്ടി കൊടുത്തിട്ട് അതിലത്തെ തേങ്ങ വെള്ളമൊക്കെ ഒറ്റയ്ക്ക് കുടിച്ചിട്ട് വലിയ ആളായിട്ട് വന്നിട്ട് സവോള ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും അറിയാത്ത പോലെ. പക്ഷെ ഞാനത് ക്യാമറയിൽ കണ്ടുള്ള കാര്യം മൂപ്പര് അറിഞ്ഞിട്ടില്ല, അത് ഞാൻ അതിലിട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ എൻ്റെ നൂൽപുട്ടൊക്കെ ആയി. അപ്പുറത്തെ അടുപ്പത്ത് അവർക്കുള്ള കറി ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ എനിക്കുള്ള നൂൽപുട്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും അത് ഒന്നിച്ചിരുന്നിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ മത്സരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ആരുടെ ഫസ്റ്റ് കഴിയുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എൻ്റെ ആണ് ഫസ്റ്റ് കഴിഞ്ഞത് കറി. പക്ഷെ ഞാൻ തേങ്ങയൊക്കെ ഞാൻ ചിരകി കൊടുത്തു കേട്ടോ, തേങ്ങ ചിരകി കൊടുത്തു, അരച്ചു കൊടുത്തു, അതൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് എന്തായാലും 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ നൂൽപുട്ടുമായി, നമ്മുടെ കറിയുമായി. പിന്നെ 2 മണിക്കൂറൊന്നും ആവില്ല, എല്ലാം ആയി. ഞങ്ങൾ എല്ലാം പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ സംഭവം എല്ലാം സെറ്റായിട്ട് ഉമ്മർത്ത് വീണ്ടും കുറച്ച് നേരം പോയിരുന്നു കേട്ടോ, കുട്ടികൾ വരുന്നത് നോക്കിയിട്ട്. ഇവന് കുഞ്ഞൂന് 9:15 മദ്രസ, അവർക്ക് 9 മണിക്ക് മദ്രസ വിട്ടിട്ട് അവർ വരും ചെയ്യും. അപ്പോൾ ഇവന് ചായ കൊടുത്തിട്ട് വേണ്ട ഇവനെ വിടണമെങ്കിൽ, 9 മണിയാകുമ്പോൾ ഇവന് പോകണം. അപ്പോൾ ഇവന് ചായ കൊടുത്തിട്ട് വേണം ഇവനെ വിടണമെങ്കിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും രാവിലെ നേരത്തെ ചായയും കടിയും ആവണം കേട്ടോ ശരിക്കും പറയുക വെച്ച് കഴിഞ്ഞാൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂളുണ്ടെങ്കിലും ഇല്ലെങ്കിലും മദ്രസ ഉണ്ടല്ലോ, അത് കാരണം. അപ്പോൾ 2 മാസത്തെ ലീവിന് വന്നിട്ട് എന്നെ ഇവിടെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഒരാൾ പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തന്നു കേട്ടോ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്തായാലും സന്തോഷമാണ് ഇങ്ങനെ അടുക്കളയിൽ നമ്മൾ ഒരുമിച്ച് പണിയെടുക്കുന്നതും ഒരുമിച്ചുള്ള ആ ശുഭമുഹൂർത്തങ്ങളൊക്കെ രസമാണ്. പിന്നീട് നമുക്കതൊക്കെ കാണുമ്പോഴും വീഡിയോയിൽ കാണുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ആ നൂൽപുട്ടും കറിയൊക്കെ ആയി, കുഞ്ഞു ചായ കുടിച്ചു, അവനങ്ങനെ പോകാൻ നിൽക്കുകയാണ്. അപ്പത്തിനും രണ്ടാളും വന്നിട്ടുണ്ട്, ആച്ചൂട്ടനും ഇഷമോളും കൊണ്ടുവന്നിട്ടുണ്ട് അവരെ രണ്ടുപേരെയും. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിച്ചു കേട്ടോ, ഞാനും കുട്ടികളും രക്ഷിക്കുകയും എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായയും കടിയൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മുടെ വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എത്ര വ്യൂസായി എന്നൊക്കെ നോക്കും, എത്ര സബ്ബായി എന്നൊക്കെ നോക്കും. എന്നിട്ട് അതിനെ പറ്റിയിട്ടൊരു ഡിസ്കഷനൊക്കെ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് എണീക്കുക കേട്ടോ, കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ക്യാമറ ഇങ്ങനെ കാണുമ്പോൾ രക്ഷിക്കാർക്ക് ഇങ്ങനെ കലിയും വരുന്നുണ്ട്, ചിരിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.